നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. തമിഴ്നാട്ടിൽ ശശികല നിർദ്ദേശിച്ച പളനിസ്വാമി മുഖ്യമന്ത്രി. തമിഴ്നാട്ടിലെ അനിശ്ചിതത്വം തീരുകയാണോ അതോ തുടങ്ങുകയാണോ? ഇക്കാര്യത്തിൽ ഇതുവരെ മൗനം പാലിച്ചിരുന്ന ഗവർണർ ഇന്ന് പളനിസ്വാമിക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തപ്പോൾ എന്താണ് ഈ ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ സംഭവിച്ചത്? ഭരണഘടനാപരവും കീഴ്വഴക്കങ്ങൾ അനുസരിച്ചും നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടന്നു എന്നാണോ ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത്? തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എങ്ങോട്ടേക്ക്? ദേശീയ കക്ഷികൾ എന്ത് നിലപാടുമായാണ് ഇനി മുന്നോട്ട് പോകുന്നത്? ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മളോടൊപ്പം ഉള്ളത് BJP-യുടെ വക്താവ് ശ്രീ MS കുമാർ, മുതിർന്ന നിരീക്ഷകനും മാധ്യമ പ്രവർത്തകനും ആയ അഡ്വക്കേറ്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, DMK-യുടെ നേതാവ് SB മധു, ഒപ്പം കോൺഗ്രസിൻ്റെ നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവും AIDMK-യുടെ നേതാവ് ശ്രീ മസൂദും അല്പസമയത്തിനകം ഈ ചർച്ചയിൽ ചേരും. ഏറ്റവും ആദ്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ദിവസങ്ങൾക്കൊടുവിൽ ഗവർണർ ഇന്ന് പളനിസ്വാമിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിച്ചപ്പോൾ ഇതിനു വേണ്ടിയാണോ ഇത്രയും ദിവസം അദ്ദേഹം ആലോചിച്ചത്? ഭരണഘടനാനുസൃതവും കീഴ്വഴക്കങ്ങൾ അനുസരിച്ചും പ്രവർത്തിച്ചു ഗവർണർ എന്ന് പറയുന്നൊരു ഘട്ടത്തിലേക്കാണോ കാര്യങ്ങൾ എത്തിയത് എന്ന കാര്യത്തിൽ എന്ത് നിരീക്ഷണമാണ് താങ്കൾക്കുള്ളത്? അല്ല, ഗവർണർ വരുത്തിയ ഈ കാലതാമസം അത് പൂർണ്ണമായും ക്ഷന്തവ്യമല്ല. ശശികലയെ ക്ഷണിക്കാതിരുന്നത് നമുക്ക് ന്യായീകരിക്കാം. സുപ്രീം കോടതി വിധി വരുന്നതുവരെ അതിനുവേണ്ടി അദ്ദേഹം കാത്തിരുന്നത് നമുക്ക് വേണമെങ്കിൽ മാപ്പാക്കാം. പക്ഷേ എങ്കിൽ പോലും ഭരണഘടനാപരമായി ഗവർണർ ചെയ്യേണ്ട ഒരു ജോലി അത് സമയബന്ധിതമല്ലെങ്കിൽ പോലും അത് ഏകദേശമൊക്കെ ഒരു സമയമൊക്കെ നമുക്ക് വേണമല്ലോ, അത് ചെയ്യാമായിരുന്നു. ഏതായാലും ഇന്ന് അദ്ദേഹം എടുത്ത തീരുമാനത്തിൽ തെറ്റു പറയാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ മുൻപിൽ രണ്ടുപേരുടെ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു. ആ അവകാശവാദങ്ങളുടെ താരതമ്യം സ്വീകരിച്ച നിലപാട് ശരിയായിരുന്നുവോ തെറ്റായിരുന്നുവോ എന്ന് ശനിയാഴ്ച നമുക്ക് അറിയാൻ കഴിയും. ഏതായാലും ഇപ്പോൾ അതിൽ ഒരു അപാകതയോ പോരായ്മയോ പറയാൻ കഴിയില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ആ കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വരുത്തുന്നതിനായി, അതായത് ഗവർണർ കാലതാമസം വരുത്തിയത് ശശികലയെ മുഖ്യമന്ത്രിയായി ക്ഷണിക്കേണ്ടി വരും, ശശികല ഉടനെ തന്നെ സുപ്രീം കോടതി വിധി കാത്തിരിക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആണ്. ആ കാര്യത്തിലാണ് BJP-യുടെ വക്താക്കളും മുൻ ചർച്ചകളിലൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. പന്നീർശെൽവത്തിന് അദ്ദേഹം നിർബന്ധിച്ച് മുഖ്യമന്ത്രി പദം രാജിവെച്ച ഒരാളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കണമെന്ന് BJP-യുടെ പല വക്താക്കളും നമ്മുടെ ചർച്ചയിൽ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങും ഇരുന്ന ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അവസ്ഥയിൽ ഇപ്പോൾ ഗവർണർ ഇന്ന് ചെയ്യേണ്ട കാര്യം ചെയ്തപ്പോൾ കാത്തിരുന്ന അദ്ദേഹത്തിൻ്റെ ഈ കാലവിളംബം വരുത്തി ഗവർണർ കാത്തിരുന്നത് ഇങ്ങനെ ഒരു ക്ഷണത്തിന് വേണ്ടി ആയിരുന്നില്ല, മറ്റെന്തോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്ന് രാഷ്ട്രീയമായി നിരീക്ഷിക്കേണ്ടി വരുമോ? അല്ല, പന്നീർശെൽവത്തെ ക്ഷണിക്കണം എന്നല്ല, ക്ഷണിക്കാവുന്നതാണ് എന്നൊരു നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം രാജി സ്വീകരിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം വീണ്ടും ക്ഷണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അദ്ദേഹത്തിന് ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ അന്ന് നമ്മൾ ചർച്ച നടത്തുമ്പോൾ പന്നീർശെൽവം ഒരു വശത്ത്, മറുവശത്ത് ശശികല. എണ്ണത്തിൻ്റെ ആനുകൂല്യം ശശികലയ്ക്ക് തന്നെയായിരുന്നു. പക്ഷേ ശശികലയെ മുഖ്യമന്ത്രിയായി നിയമിച്ചാൽ അത് എത്ര ദിവസം നീണ്ടു നിൽക്കും എന്ന കാര്യത്തിൽ നമ്മെപ്പോലെ തന്നെ ഗവർണർക്ക് സംശയം ഉണ്ടായി കാണണം. അതുകൊണ്ട് അദ്ദേഹം അത് നീട്ടിക്കൊണ്ടുപോയത് ശരിയായിരുന്നു എന്ന് ഇപ്പോൾ തെളിയുകയും ചെയ്തു. അതിനുശേഷമുള്ള അവസ്ഥയിലും അദ്ദേഹത്തിന് മുന്നിലുള്ളത് രണ്ട് വ്യക്തികളാണ്, രണ്ട് സ്ഥാനാർത്ഥികളാണ്. രണ്ടുപേരുടെയും കണക്കുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹം ക്ഷണിക്കേണ്ടയാളെ ക്ഷണിച്ചു. അതിനപ്പുറത്ത് ഒരു തെറ്റ് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഗവർണറെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ നോക്കേണ്ട ഒരേ ഒരു കാര്യം സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയുന്ന വ്യക്തിയെ ആണോ താൻ നിയമിക്കുന്നത് എന്ന് മാത്രമാണ്. ശരി, ശ്രീ MS കുമാർ, അങ്ങനെ ഗവർണർ കൃത്യമായി കണക്കുകൾ നോക്കിയാണ് ചെയ്യേണ്ടിയിരുന്നതെങ്കിൽ ഏത് ധാർമ്മികതയുടെ പേരിലാണെങ്കിലും ഭരണഘടനാപരമായും കീഴ്വഴക്കങ്ങളുടെ പേരിലും മുൻപ് അദ്ദേഹത്തിന് ശശികലയെ ക്ഷണിക്കേണ്ടി വരുമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. അതിന് ധാർമ്മികതയാണ് ഇപ്പോൾ ഒരു പിന്തുണയായി നമ്മൾ പറയുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും അതിനെ ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഗവർണർ പളനിസ്വാമിയെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ശശികല നിർദ്ദേശിച്ച ഒരാളെയാണ് പളനിസ്വാമിയെ ഇപ്പോൾ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ശശികല തന്നെയല്ലേ മുൻകാലങ്ങളിൽ തമിഴ്നാട്ടിൽ നടന്നിരുന്ന ഒരു ചരിത്രം തന്നെയല്ലേ ഇപ്പോഴും ആവർത്തിക്കുന്നത്? ഗവർണർ എന്താണ് മാറ്റം വരുത്തിയത്? ശശികല നിർദ്ദേശിച്ച ആളെ അല്ല ഇപ്പോൾ മുഖ്യമന്ത്രിയായി നിയമിച്ചിരിക്കുന്നത്.
അണ്ണാഡിവെങ്കയിലെ നിയമസാമാജികർ തിരഞ്ഞെടുത്ത അവരുടെ നേതാവിനെയാണ്. ആ പേര് അവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത് ആരാണ് എന്താണെന്ന് നമുക്കറിയത്തില്ല. തിരഞ്ഞെടുത്തത് എവിടെ വെച്ചാണെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ശരി, ഭൂരിപക്ഷം MLA-മാർ നിർദ്ദേശിച്ച അവരുടെ നേതാവായി നിർദ്ദേശിക്കപ്പെട്ട ആളിനെ മുഖ്യമന്ത്രിയാകാൻ ക്ഷണിക്കുക, സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കുക എന്നുള്ളത് മാത്രമേ ഗവർണറുടെ മുമ്പിലുള്ളൂ. മറ്റൊന്ന് പനീർശെൽവത്തിൻ്റെ കാര്യം. പനീർശെൽവത്തിനെ ക്ഷണിക്കേണ്ടതായിരുന്നു എന്ന് ആരെങ്കിലും അങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. പക്ഷേ സാങ്കേതികമായി അതിന് കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം രാജിവെച്ചു, ഗവർണർ അംഗീകരിച്ചു, നോട്ടിഫിക്കേഷൻ ഇറക്കി, കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ പറഞ്ഞു. ഇനി പനീർശെൽവത്തിനെ നേതാവായി തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു അവസരം കൊടുക്കണമെന്ന് പാർട്ടിക്കാർ പറയണം. അത് പറഞ്ഞിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഇപ്പോൾ ഗവർണർ ചെയ്തതാണ് യുക്തിസഹമായ നടപടി. ഗവർണർ ഒരാഴ്ച കാലതാമസം ഉണ്ടാക്കിയപ്പോൾ ഗവർണർ രാഷ്ട്രീയം കളിക്കുകയാണ്, കേന്ദ്ര ഗവൺമെൻറ്റാണ് അതിൻ്റെ പുറകിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അചഞ്ചലമായി അദ്ദേഹം അവഗണിക്കുകയും ശരിയായ ഒരു മാർഗ്ഗത്തിൽ തീരുമാനമെടുത്തിരിക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ ഫ്ലോറിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ പളനിസ്വാമിയുടെയും കൂട്ടരുടെയും കടമയാണ്. നമുക്ക് കാത്തിരിക്കാം ഒരു ദിവസം കൂടി, അതിലവർക്ക് വിജയിക്കാൻ സാധിക്കട്ടെ. ഇപ്പോൾ തന്നെ ഒരു സംശയം ബാക്കി നിൽക്കുന്നത്, ഒരു പക്ഷേ അത് മനസ്സിലാക്കാതെ ആവില്ല ഗവർണർ ചെയ്തിട്ട്. ഇപ്പം റിസോർട്ടിൽ തടങ്കലിൽ എന്ന് തന്നെ പറയാവുന്ന വിധത്തിലാണ് ഈ MLA-മാർ ഒരാഴ്ചയോളം താമസിച്ചത്. അവിടെ വെച്ചാണ് ഈ നേതാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നതായി പറയുന്നത്. അവർ വെള്ള പേപ്പറിൽ അവരിൽ നിന്നൊക്കെ ഒപ്പിട്ട് വാങ്ങി എന്നൊക്കെയുള്ള വാർത്തകൾ നിങ്ങളടക്കമുള്ള ചാനലുകൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സത്യസ്ഥിതി? എല്ലാ MLA-മാരും സോമനസാലെ സമ്മതിച്ച് എഴുതി കൊടുത്ത നേതാവാക്കിയതാണോ, സമ്മർദ്ദം കൊണ്ടും പ്രേരണ കൊണ്ടും സ്വാധീനം കൊണ്ടും ചെയ്തതാണോ എന്നുള്ളതൊക്കെ നമുക്ക് 2 ദിവസത്തിനുള്ളിൽ അറിയാം. എന്തായാലും ഇപ്പം ഗവർണറുടെ മുമ്പിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ജനാധിപത്യപരമായ മാർഗം തന്നെയാണ് ഗവർണർ ചെയ്തിരിക്കുന്നത്. അത് മുൻകാലങ്ങളിൽ പല അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അത്രയൊന്നും അതിനെ വഷളാക്കാതെ ഭംഗിയായി ചെയ്യേണ്ട സമയത്ത് ഉചിതമായി അദ്ദേഹം ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ ശ്രീ MS കുമാർ, ഈ പനീർശെൽവത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ നിർബന്ധിച്ച് മുഖ്യമന്ത്രി പദം രാജിവെപ്പിച്ചു എന്നുള്ളത് മുൻ ചർച്ചകളിലൊക്കെ ശശികലയെ എതിർത്തിരുന്ന എല്ലാവരും BJP-യുടെ നേതാക്കളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിക്കാവുന്നതാണ്, അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് ആ ഭാഗത്ത് അന്ന് അതിനുവേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറി പളനിസ്വാമി എത്തുന്ന ഘട്ടത്തിൽ ഈ MLA-മാരെല്ലാവരും പളനിസ്വാമിയെ പിന്തുണയ്ക്കുന്നുണ്ടോ? റിസോർട്ടിലുള്ള ചില നിയന്ത്രണങ്ങൾ വഴി അവർ അതിന് വശംവദരാകുകയായിരുന്നോ എന്നൊക്കെയുള്ള സംശയം അങ്ങും ചൂണ്ടിക്കാട്ടി. ഇതൊക്കെയായിരുന്നു അന്നും ഉണ്ടായിരുന്ന സംശയം. അന്ന് ശശികലയ്ക്ക് എഴുതി കൊടുത്തതും ഇതേപോലെ താല്പര്യത്തോടു കൂടിയായിരുന്നു എന്ന് സംശയം പറഞ്ഞിരുന്നു. അപ്പോൾ ഗവർണർക്ക് വേണ്ടിയിരുന്നത് ഈ ദിവസങ്ങളിലൂടെ അത് അന്വേഷിക്കലായിരുന്നു. അതിനുവേണ്ടി ഗവർണർ വേണമെങ്കിൽ ഓരോ MLA-മാരെയും കാണുമോ എന്ന പല സംശയവും പലരും മുന്നോട്ട് വെച്ചു. അതിന് വേണം, അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞവരുമുണ്ട്. അതൊക്കെ മാറി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പളനിസ്വാമിയെ ക്ഷണിച്ചപ്പോൾ നിങ്ങൾ നേരത്തെ ഉയർത്തിയിരുന്ന വാദങ്ങളെല്ലാം മറ്റൊരു നിവൃത്തിയുമില്ലാതെ ഗവർണർക്ക് ഈ ഒരു വഴിയിലേക്ക് എത്തിച്ചേരേണ്ടി വന്നു. കേന്ദ്രത്തിൻ്റെ ഒരു ഏജന്റ് എന്നുള്ള നിലയ്ക്ക് ഗവർണർ പ്രവർത്തിക്കേണ്ട രീതിയിൽ കേന്ദ്രത്തെ സഹായിക്കാനായില്ല എന്ന് രാഷ്ട്രീയമായി കാണണ്ടേ? ലാലിൻ്റെ രാഷ്ട്രീയം ഏതിലും കേന്ദ്രത്തെ പഴിക്കുന്നതാണ്. പക്ഷേ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത് വ്യത്യസ്തമായൊരു സാഹചര്യമുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട തമിഴ്നാട് ഹൈക്കോടതി ഇടപെട്ടു. അവർ പോലീസിനെ നിയോഗിച്ചു, റിസോർട്ടിൽ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. പോലീസ് അവിടെ പോയി MLA-മാരെ കണ്ടു. അവർ തടങ്കലിലല്ല, ഞങ്ങൾ സ്വതന്ത്രമായാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അവർ അറിയിച്ചു എന്നുള്ള റിപ്പോർട്ട് പോലീസ് കോടതിയിൽ കൊടുത്തു. ആ ഒരു വ്യത്യസ്തമായ സാഹചര്യമുണ്ട്. ഇപ്പം നിലവിൽ ഗവർണർക്ക് അത് വിശ്വസിക്കാനേ മാർഗമുള്ളൂ. ഹൈക്കോടതിയിൽ പോലീസ് കൊടുത്ത മൊഴി, പോലീസ് രേഖപ്പെടുത്തിയ മൊഴി, അത് വിശ്വസിച്ചുകൊണ്ടായിരിക്കാം സ്വതന്ത്രമായി. അങ്ങനെയാണെങ്കിൽ ഈ ഗവർണർക്ക് അത് മുൻപും ചെയ്യാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ശശികലയെ ഈ പാർട്ടി നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തപ്പോൾ, മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അവരെല്ലാവരും കൂടെ എഴുതി ഒപ്പിട്ടപ്പോൾ, ഗവർണറെ പോയി കണ്ടപ്പോൾ ഗവർണർ ആ ഭരണഘടനാപരമായ കർത്തവ്യം ഓർത്തില്ല? അല്ല, ഗവർണർ അല്ലല്ലോ ഇപ്പോഴും ചെയ്തത്, കോടതി ഇടപെട്ടിട്ടല്ലേ. അല്ലെന്താ ഗവർണറിലേക്ക് കൊണ്ടുവയ്ക്കുന്നത്? ഗവർണർ അല്ല ഇടപെട്ടത്. കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടില്ല. ആര് പറഞ്ഞു? കോടതിയാണ് പോലീസിനോട് പറഞ്ഞത്. പോലീസ് അവിടെ പോയി ഒരു മൊഴിയെടുത്തതും കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തതും. അല്ല, ആ കാര്യത്തിൽ അതുവരെ ഗവർണർക്ക് എന്ത് ചെയ്യാൻ, കാര്യങ്ങൾ ചെയ്യരുത് എന്ന് കോടതി പറഞ്ഞിട്ടില്ല. ഗവർണർ ഇതിൽ ഒന്നും ഇടപെട്ടിട്ടില്ല. ഗവർണർ ഒരാഴ്ചയ്ക്കുള്ളിൽ വിധി വരാനിരിക്കുന്ന വളരെ കുപ്രസിദ്ധമായ അഴിമതി. എന്തിനാണ് അങ്ങനെ ഒരു കേസിന്റെ വിധിയിലേക്ക് ഗവർണർ നോക്കുന്നത്? അതല്ലേ ഈ രാഷ്ട്രീയത്തെ, തമിഴ്നാട് രാഷ്ട്രീയത്തെ മറ്റൊരു തരത്തിലേക്ക് ഗവർണർ കൊണ്ടുവന്ന് എത്തിച്ചത്? ഇല്ലെങ്കിൽ പനീർശെൽവത്തെ നിങ്ങൾ ഈ രീതിയിൽ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കേന്ദ്രം കൊണ്ടുവന്ന് എത്തിക്കുമായിരുന്നില്ലല്ലോ. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിൽ പനീർശെൽവത്തിനൊരു പിന്തുണ കിട്ടില്ലായിരുന്നുവെങ്കിൽ ശശികല മുഖ്യമന്ത്രിയാകും, പനീർശെൽവം വിധേയനായി അവരോടൊപ്പം ഉണ്ടാകും. ഇപ്പോൾ അവർ ജയിലിലേക്ക് പോകും. ഈ കോടതി വിധി വരുമ്പോൾ പഴയതുപോലെ ചരിത്രം ആവർത്തിക്കും, പനീർശെൽവം മുഖ്യമന്ത്രിയാകും. നിങ്ങൾ എല്ലാവരും കൂടെ കൊതിപ്പിച്ച് പനീർശെൽവത്തെ വെള്ളത്തിലാക്കി. ഇത് ആര് കൊതിപ്പിച്ചു എന്ന്, ആരിടപെട്ടു എന്നാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഒരാഴ്ച മുമ്പ് ശശികലയെ ഗവർണർ മുഖ്യമന്ത്രിയായി വാഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അടക്കം, നിങ്ങളുടെ ചാനലടക്കം എന്തൊക്കെ ആരോപണങ്ങളും എന്തൊക്കെ അധിക്ഷേപങ്ങളും ആ ഗവർണർക്കെതിരെ ചൊരിഞ്ഞാൽ. അപ്പോൾ നിങ്ങളല്ലേ വാഴിക്കാതിരുന്നത്?
ഗവർണറാണ്, ഞങ്ങളല്ല. ഗവർണർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിക്ഷിപ്തമായ വിവേചന അധികാരം ഉപയോഗിച്ചാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ വരാനിരിക്കുന്ന ഒരു അഴിമതി കേസിലെ പ്രതിയെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ അദ്ദേഹം തയ്യാറാകാതിരുന്നതായിരിക്കാം. അത് ന്യായവും ശരിയുമാണെന്ന് ഇപ്പോൾ തോന്നിയില്ലേ? ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ? ശരി, അതിനെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്? ഞാൻ തിരിച്ചെത്താം. ശ്രീ SB മധു, DMK തമിഴ്നാട്ടിലെ പ്രതിപക്ഷ കക്ഷിയാണ്. വേണ്ടിടത്തോളം ഒരു പ്രതിപക്ഷ കക്ഷിക്ക് നല്ല ബലത്തിൽ നിൽക്കാൻ പറ്റുന്നിടത്തോളം എണ്ണമുണ്ട്. നിങ്ങൾക്ക് 89ഓളം പേർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കി മാറ്റി ശശികലയെ കൊണ്ട് പരപ്പനാഗ്രഹാര ജയിലിൽ നിന്ന് റിമോട്ട് കൺട്രോൾ ഭരണം നടത്തിക്കാൻ വേണ്ടിയായിരുന്നോ നിങ്ങൾ ഈ ദിവസങ്ങളിൽ മുഴുവൻ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം കളിച്ചത്? ഒരിക്കലുമല്ല. കാരണം ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി തന്നെ, ഈ MLA-മാരെല്ലാം ഇന്നത്തെ ചില ന്യൂസുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ MLA-മാരെല്ലാം 300 കോടി രൂപയോളം ശശികലയ്ക്ക് ഡെപ്പോസിറ്റ് കൊടുത്ത് സീറ്റ് വാങ്ങിച്ച് മത്സരിച്ച് ജയിച്ചവരാണ്. അവർക്ക് ഈ പണം തിരിച്ചു പിടിക്കണം. അണ്ണാ DMK എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകച്ചവട കമ്പനിയാണ്. അതിനകത്ത് നമ്മുടെ സ്കൂളിലും കോളേജിലും അഡ്മിഷൻ വാങ്ങുന്ന മാതിരി കാശ് കൊടുത്ത് സീറ്റ് വാങ്ങി ജയിച്ചവർ അടുത്ത 5 വർഷം അവർക്ക് എങ്ങനെയെങ്കിലും തികയ്ക്കണം. അതിനവർക്ക് എടപ്പാടി പളനിസ്വാമിയോ പന്നീർശെൽവമോ ആരെയാണ് കിട്ടുന്നത് അവരുടെ കൂടെ അങ്ങ് ചേരും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് എടപ്പാടി പളനിസ്വാമിയുടെ കൂടെ നിന്നാൽ മാത്രമേ പറ്റുള്ളൂ. കാര്യം ജയലളിത ജീവിച്ചിരുന്ന സമയത്ത് തന്നെ പന്നീർശെൽവത്തിനെ മാറ്റിക്കൊണ്ട് എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ശശികല ജയലളിതയോട് ശുപാർശ ചെയ്തിരുന്നു. ജയലളിത ഈ ആശുപത്രി വാസത്തിന് മുന്നേ ഏകദേശം ഒരു 2 മാസത്തിന് മുമ്പ് ഇങ്ങനെ ഒരു നീക്കം അവിടെ പോയസ് ഗാർഡൻ കേന്ദ്രീകരിച്ച് നടന്നു. പക്ഷേ അന്നൊന്നും അണ്ണാ DMK-യുടെ വാർത്തകളൊന്നും ഒരുപക്ഷെ മാധ്യമങ്ങളിലൊന്നും പുറത്തു വരാറില്ല. കാര്യം അതൊരു കൊട്ടാര വിപ്ലവമാണ്. ആ കൊട്ടാര വിപ്ലവം അത് അന്തഃപുര വിപ്ലവം അല്ലെങ്കിൽ അത് പതുക്കെ മാത്രമേ പുറത്തു വരുള്ളൂ. അങ്ങനെയുള്ള വാർത്തകളൊന്നും അവിടെ പുറത്തു വരാറില്ല. ഇങ്ങനെ ഒരു നീക്കം നേരത്തെ നടന്നിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ കാശ് മുടക്കിയ MLA-മാർക്കെല്ലാം പോയ പണം തിരിച്ചു പിടിക്കണം. അവർക്ക് പന്നീർശെൽവത്തിനെ അല്ല ആവശ്യം, അതിന് അവർക്ക് ശശികലയുടെ കൂടെ നിന്നാൽ. ഇതിപ്പോൾ നിങ്ങൾ രാഷ്ട്രീയമായി പറയുന്നതല്ലേ? കാരണം നിങ്ങൾക്കൊരു അവസരം കിട്ടിയതാണ്. കഴിഞ്ഞ 7-8 ദിവസങ്ങളിലായി തമിഴ്നാട്ടിൽ ഈ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്കാകുമായിരുന്നു. ജയലളിതയുടെ അല്ലെങ്കിൽ ശശികലയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണം അവിടെ ഇല്ലാതാക്കാൻ നിങ്ങൾക്കാകുമായിരുന്നു. നിങ്ങൾ പന്നീർശെൽവത്തെ പിന്തുണയ്ക്കാൻ ഒരു പരസ്യമായ ഒരു പിന്തുണ അദ്ദേഹത്തിന് നൽകാൻ നിങ്ങൾ തയ്യാറായിരുന്നുവെങ്കിൽ ഈ ഭരണം ഇല്ലാതാകുമായിരുന്നു. ശശികലയ്ക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ച് അഴിമതിക്കെതിരെ പോരാട്ടം നടത്താൻ ഇറങ്ങിത്തിരിച്ചതാണല്ലോ പന്നീർശെൽവം. നിങ്ങൾക്ക് ഇതായിരുന്നു അഴിമതിക്കെതിരെയുള്ള ഒരു ശബ്ദം ഉയർത്തലായിരുന്നു ഉദ്ദേശമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് 89 MLA-മാരുടെ പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു അവസരം ഗവർണറുടെ മുമ്പിൽ ഉണ്ടാക്കിയില്ല? എനിക്ക് 2 കാര്യം പറയാൻ സമയം അനുവദിക്കണം. ഒന്ന്, ഞങ്ങൾ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഗവർണറെ വേട്ടയാടുന്ന അതിന് 100 ഇരട്ടി ആവേശത്തോടും വേഗത്തോടും DMK ആക്രമിച്ചേനെ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു, മാധ്യമങ്ങളെ പേടിച്ചാണ് നിങ്ങൾ അത് ചെയ്യാതിരുന്നത്, BJP-യെ പോലെ? ഒരിക്കലുമല്ല. മാധ്യമങ്ങളെ പേടിക്കേണ്ട കാര്യം എന്താ? DMK അങ്ങനെ ഒരു കുതിര കച്ചവടത്തിന് തയ്യാറെടുത്തോളം കാലം മാധ്യമങ്ങളെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പോൾ എന്താണ് ഈ ചർച്ച കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ഗവർണർ എന്തോ മഹാപാതകം ചെയ്ത മാതിരി അദ്ദേഹത്തിന് ഇങ്ങനെ നിരന്തരം എല്ലാ ചാനലുകളും, ഞാൻ ഒരു ചാനലിനെ മാത്രമായിട്ട് പറയുന്നില്ല, മുഴുവൻ ചാനലുകളും അദ്ദേഹത്തെ വേട്ടയാടിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഗവർണർ ചെയ്തത് ശരിയാണെങ്കിൽ സ്റ്റാലിൻ ഗവർണറെ പോയി കണ്ടല്ലോ. ഗവർണറെ ഉപദേശിച്ചത് പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാനായിരുന്നോ? ഒരിക്കലുമല്ല. ഗവർണറെ പോയി കണ്ടത് തമിഴ്നാട്ടിൽ ജനാധിപത്യം പുലരണമെന്നും എത്രയും വേഗം ഈ പ്രശ്നത്തിന് ഗവർണർ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിച്ചത്. മാത്രമല്ല ഗവർണർ പരിഹാരമായല്ലോ. അപ്പൊ നിങ്ങൾക്ക് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഇനി ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വരാൻ പോകുന്ന ഒരു ഈ തൃശ്ശൂർ പൂരത്തിന് മുമ്പ് ഒരു സാമ്പിൾ വെടിക്കെട്ടുണ്ട്. ആ സാമ്പിൾ വെടിക്കെട്ട് മാതിരി ഒരു വെടിക്കെട്ടാണ് ഇനി വരാൻ പോകുന്ന കേസുകളുടെ മലവെള്ളപ്പാച്ചിൽ ഇനി ഉണ്ടാകാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഈ ഗവർണറെ നമ്മൾ എപ്പോഴും ഗവർണറെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ശരിയായൊരു വസ്തുത മനസ്സിലാക്കണം. സാധാരണ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ രംഗത്ത് വന്ന ഒരാളല്ല ശശികല ഒരിക്കൽ ശിക്ഷിക്കപ്പെട്ട് ജാമ്യത്തിൽ പോയി വീണ്ടും വിചാരണ നേരിട്ട് വീണ്ടും ജയിലിൽ പോയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ, സുപ്രീം കോടതിയിലിരിക്കുന്ന കേസിൽ വളരെ ഗൗരവപൂർവ്വമായി ചിന്തിച്ച് മാത്രമേ ഗവർണർക്ക് ഒരു നടപടിയെടുക്കാൻ പറ്റൂ. ഗവർണർ രാഷ്ട്രീയക്കാരനാണ്. മുൻപ് മന്ത്രിയായിരുന്ന ആളാണ്. കേന്ദ്രത്തിൽ വാജ്പേയി മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ പോരായ്മയല്ല. ഇങ്ങനെ എല്ലാ ഗവർണർമാരും രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയക്കാർ ഗവർണറാകും, അവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാകും, അവർ വരുന്ന പാർട്ടിയിൽ നിന്ന് അവർക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടാകും. കേന്ദ്രത്തെ ആത്യന്തികമായി സഹായിക്കുക എന്നുള്ളതാണ് ഗവർണറുടെ ചുമതല.
ആ നിലയ്ക്ക് ഗവർണർ വെള്ളം തൊടാതെ എല്ലാ കാര്യങ്ങളും വിഴുങ്ങുകയായിരുന്നു, കൃത്യമായി കാര്യങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് നിങ്ങളെപ്പോലുള്ളവർ വിശ്വസിച്ചോ? ഗവർണർ കൃത്യമായി കേന്ദ്രത്തിന്റെ ഏജന്റായി പ്രവർത്തിക്കുകയായിരുന്നു. അതിന് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഇപ്പോൾ പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കി. ഒരിക്കലും ഞങ്ങൾ അങ്ങനെ കരുതുന്നില്ല. ഗവർണർക്ക് അങ്ങനെ ഒരു ഗവർണർ, നമ്മളിപ്പോൾ ഇതിൻ്റെ സാങ്കേതിക വശങ്ങളിൽ നിന്ന് പിടിച്ചാണ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുവന്നത്. ഇതിനപ്പുറം ഈ ജനാധിപത്യ രാജ്യമാണ്. അപ്പം ജനകീയമായ ഒരു കാഴ്ചപ്പാട് കൂടെ അതിന് വേണം. നമ്മൾ എല്ലാത്തിലും നിയമം മാത്രം നോക്കിയ പോലെ നിയമം ജനകീയമായ കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ജനപ്രതിനിധികൾ ചില കാര്യങ്ങൾ കീഴ്വഴക്കങ്ങളും ഭരണഘടനാപരമായും ചെയ്യേണ്ടതുണ്ട്. അതിന് നിയോഗിക്കപ്പെട്ടവരാണ് ഗവർണറും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ കാര്യത്തിൽ രാഷ്ട്രീയം തീരെ കാണേണ്ടതില്ല, ഗവർണർ കൃത്യമായി കാര്യങ്ങൾ നിർവഹിച്ചു എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഈ കാര്യത്തിൽ എനിക്ക് അറിയേണ്ട ഒരു കാര്യം, BJP തുടക്കത്തിൽ തന്നെ എല്ലാവരും നിരീക്ഷിച്ചതാണ് ഈ കാര്യത്തിൽ ഒരു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJPക്ക് കൃത്യമായി തമിഴ്നാട്ടിൽ ഒരു ഇടം ഇരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർ എങ്ങനെയെങ്കിലും അവിടെ കയറിപ്പറ്റാൻ ശ്രമിക്കും. അത് സ്വാഭാവികമാണ്. BJPയും ചെയ്യും, കോൺഗ്രസും ഒക്കെ ചെയ്യും. അത് സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാകും. അതിലെ തുടക്കത്തിലെ ഗവർണറുടെ സഹായം വേണ്ട വിധത്തിൽ എത്തിപ്പെട്ടില്ല എന്ന് ഭരണഘടനാപരവും കീഴ്വഴക്കങ്ങളും മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയമായി വിലയിരുത്തിയാൽ പറയേണ്ടി വരില്ലേ? അല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിക്കും രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാകും. രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധ്യതയുണ്ടെങ്കിൽ അവരത് പ്രയോജനപ്പെടുത്തണം. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എപ്പോഴും സംസ്ഥാനങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഗവർണർ മുഖേന ഒരു ഇടപെടലിന് ശ്രമിക്കും. അതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ കഴിയില്ല. തെറ്റാണെങ്കിലും അല്ലെങ്കിലും അതാണ് കീഴ്വഴക്കം. പക്ഷെ തമിഴ്നാട്ടിൽ ഉള്ള ഒരു സവിശേഷമായ സാഹചര്യം ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ഗവർണർ ചെയ്യേണ്ടത് എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ശശികല മുഖ്യമന്ത്രിയാകരുത് എന്ന ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അത് രാഷ്ട്രീയമല്ല. നമുക്ക് ശശികലയെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി ശിക്ഷ ഉറപ്പായിരിക്കുന്ന ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആവരുത്, തമിഴ്നാടിനെ വിലക്കെടുക്കരുത്, MLA-മാരെ വിലക്കെടുക്കരുത് എന്നൊക്കെയുള്ള താല്പര്യം കൊണ്ട് നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ആ ആഗ്രഹം ഗവർണർക്ക് ഉണ്ടായി കാണണം. ഗവർണർ ശശികലയെ മുഖ്യമന്ത്രിയായി നിയമിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ഗവർണർ അപഹാസ്യനാകുമായിരുന്നു. അതുകൊണ്ട് അല്പം വിമർശനം സഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം കോടതി വിധി വന്നതിന് ശേഷം ശശികല ബാംഗ്ലൂർ ജയിലിൽ എത്തിയതിനു ശേഷം പിന്നെ കാലതാമസം പാടില്ല. പിന്നെ അദ്ദേഹത്തിന് മുമ്പിൽ 2 പേരേ ഉള്ളൂ. ആ 2 പേരിൽ അദ്ദേഹം രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യജമാനന്മാരുടെ താല്പര്യത്തിന് അനുസൃതമായി ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് കുറ്റപ്പെടുത്താൻ കഴിയാത്തത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിഗണനാ വിഷയം എണ്ണം മാത്രമായിരിക്കണം. എണ്ണം എന്നത് അത് പളനിസ്വാമിക്ക് അനുകൂലമായിരുന്നു. ശ്രീ MS കുമാർ, ഞാൻ നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്നത് അങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് BJPക്ക് തമിഴ്നാട്ടിൽ ഒരു താല്പര്യവും ഇല്ലാതിരുന്നു എന്ന് BJPയുടെ വക്താവായ അങ്ങ് പറയില്ലല്ലോ. അങ്ങനെയുള്ള BJPയുടെ ആ താല്പര്യവും തന്ത്രവും ആണോ ഇപ്പോൾ തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്? എന്നാലേ BJPക്ക് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും BJPക്ക് താല്പര്യമുണ്ട്. BJP എന്താ താല്പര്യമില്ലാതിരിക്കേണ്ട കാര്യം എന്താ? ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിലേക്ക് തമിഴ്നാട്ടിലും കേരളത്തിലും ആന്ധ്രയിലും ഒക്കെ ഞങ്ങൾക്ക് താല്പര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ഈ കലങ്ങി മറിഞ്ഞ രാഷ്ട്രീയത്തിൽ BJP താല്പര്യം കാണിക്കാനല്ല അവിടെ ഉദ്ദേശിച്ചത്. അതിനുള്ള ശ്രമം നടത്തിയിട്ടുമില്ല. കാരണം ഞങ്ങൾക്ക് തമിഴ്നാട് നിയമസഭയിൽ അംഗങ്ങളില്ല. എന്ത് ചെയ്യാൻ പോകുന്ന നിങ്ങൾ ഈ പറയുന്ന ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇപ്പോൾ അവിടെ സുതാര്യവും സുശക്തവുമായ ഒരു സർക്കാർ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഗവർണറുടെ വിവേചനാധികാരത്തോടെ ചെയ്യാനുള്ള പൂർണ്ണമായ അവകാശവും അധികാരവും അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിന് മേൽ യാതൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല, ഒരു സമ്മർദ്ദവും ഉണ്ടായിരുന്നില്ല എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലിന് BJPക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഒരാഴ്ച ഈ അപവാദങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. BJPക്ക് താല്പര്യമുള്ള വിഷയം എടുത്താൽ പോരെ? അതുണ്ടായില്ലല്ലോ. വളരെ ആലോചിച്ചുറച്ച് നിയമപണ്ഡിതന്മാരുമായി എല്ലാം ചർച്ച ചെയ്ത് ഇത് മാത്രമേ ഉള്ളൂ ഒരു പോംവഴി എന്ന ഘട്ടത്തിലാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് അംഗീകരിക്കാൻ ഇപ്പോഴും മടിയെന്താ? BJP അവിടെ എന്തോ അനാവശ്യമായ തിടുക്കം കാണിച്ചു, അനാവശ്യമായ ഇടപെടൽ നടത്തി എന്ന് വരുത്തി തീർക്കാൻ ഇങ്ങനെ ആവർത്തിച്ച് ശ്രമിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ തിരിച്ചു വരാം. ശ്രീ മസൂദ് കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്, AIADMKയുടെ നേതാവ്. ശ്രീ മസൂദ്, ഇപ്പോൾ BJP ആണ് ഈ കാര്യത്തിൽ അമിതമായ താല്പര്യം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പ്രതിസന്ധി വഷളാക്കുന്നതിൽ എടുത്തത് എന്ന് AIADMKയുടെ ശശികല വിഭാഗം നേതാക്കൾ തന്നെയാണ് ശക്തമായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളിലൂടെ BJPയുടെ തന്ത്രങ്ങൾ പൊളിഞ്ഞു എന്നാണോ കാണേണ്ടത്? അല്ല, അതിപ്പോൾ ഒരു പാർട്ടിയുടെ MLA-മാർ കൂടി അവരുടെ ലീഡറായി ഒരാളിനെ തിരഞ്ഞെടുത്ത് ഗവർണർക്ക് കൊടുത്താൽ
സ്വാഭാവികമായി ഗവർണർ അവരെ വിളിക്കുക. അത് സുപ്രീം കോടതിയുടെ ഒരു വിധി വരാൻ പോകുന്നു, ആ വിധി അങ്ങനെ വരാം ഇങ്ങനെ വരാം എന്ന് പറഞ്ഞ് നീട്ടുന്നത് ജനാധിപത്യത്തിന് നിരക്കുന്നതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യയുടെ മുഴുവൻ ജനാധിപത്യവും തങ്ങളുടെ തലയിലാണെന്ന് വാദിക്കുന്ന ഒരു ഗവർണർ, അത് ഈ ഗവർണർ BJP-കാരനായിരുന്നു നേരത്തെ. അദ്ദേഹം ബാംബെയിൽ ഉള്ള എയർപോർട്ടിൽ വെച്ച് പറഞ്ഞു പന്നീർശെൽവം നല്ല മുഖ്യമന്ത്രിയാണ്. അത് പറഞ്ഞ ആളാണ്. ഇതിന് ജഡ്ജ്മെൻറ്റ് തയ്യാറാക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഗവർണർ. സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും തമ്മിലുള്ള ലിങ്ക്. സംസ്ഥാനത്ത് അരാജകമായ ഭരണം നടന്നാലോ ലാ ആൻഡ് ഓർഡർ അപകടത്തിലായാലോ അത് കേന്ദ്രത്തിന് അറിയിക്കേണ്ട ചുമതല അതാണ് ഗവർണർ. എൻ്റെ നേതാവ് CN അണ്ണ അവർ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഗവർണർ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന് അനാവശ്യമായൊരു തസ്തികയാണ്, ഒരിക്കലും പാടില്ല. ഞങ്ങൾ അതിൽ തന്നെയാണ് ഇപ്പോഴും വന്നിട്ട് ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ചുള്ള മാറ്റങ്ങളോടൊപ്പം ഞങ്ങളും ചായുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീ മസൂദ്, ഇന്നിപ്പോൾ പളനിസ്വാമിയെ ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിച്ചത് ഒരു നിവൃത്തിയും ഇല്ലാതിരുന്നിട്ടാണ്. അതായത് പനീർശെൽവത്തെ മുഖ്യമന്ത്രിയാക്കാൻ ആഗ്രഹിച്ച BJP-യുടെ കൂടി രാഷ്ട്രീയമുള്ള ഗവർണർക്ക് അതിന് പരമാവധി ശ്രമിച്ചിട്ടും നടക്കാതെ പോയി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വന്നു പെട്ടു എന്നുള്ളത് BJP-യുടെയും ഈ ഗവർണറുടെയും കൈപ്പിടിയിൽ തമിഴ്നാട്ടിലെ കാര്യങ്ങൾ നിന്നില്ല എന്നാണോ വിലയിരുത്തേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. തീർച്ചയായിട്ടും ഒരു നിവൃത്തിയില്ല. ജനാധിപത്യത്തിൻ്റെ ആ ക്രമം അനുസരിച്ച് നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ആളുകളുടെ പിന്തുണ ആർക്കാണുള്ളത് ആ ആളിനെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കുക. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ MS കുമാർ, അതാണ് AIADMK-യുടെ കാഴ്ചപ്പാട്. ഇതാണ് ഞാൻ ഇത്രയും നേരം അങ്ങയോട് ചോദിച്ചുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ ശശികലയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എനിക്കും അങ്ങയ്ക്കും മറ്റുള്ളവർക്കും ഒക്കെ ഉണ്ടാകാം. പക്ഷേ AIADMK-യുടെ ജനറൽ സെക്രട്ടറിയാണ്, അവർ തെരഞ്ഞെടുത്തൊരു നേതാവാണ്. ഗവർണർക്ക് നോക്കേണ്ടത് അത് മാത്രമേ ഉള്ളൂ. അവരെ മുഖ്യമന്ത്രിയാക്കിയില്ല എന്നുള്ളത് പോട്ടെ, പനീർശെൽവത്തെ കളിപ്പിച്ച് ഈ രാഷ്ട്രീയ പ്രതിസന്ധി അവസാനം വരെ കൊണ്ടുപോയി 10ഓളം MLA-മാരെ അപ്പുറത്തുനിന്ന് ചാക്കിട്ട് ഇപ്പുറത്തേക്ക് വരുത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കി. ഏറ്റവും അവസാനം AIADMK-യുടെ ഒരു ശക്തി കൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി വാദിക്കുകയല്ല, പക്ഷെ സംഭവിച്ചത് എന്താണ്? ശശികല ജയിലിലായിട്ടും ഈ 10 പേരിൽ അപ്പുറം ഇപ്പുറത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടില്ല. അപ്പോൾ AIADMK-യുടെ മുന്നിൽ BJP-യുടെയും ഗവർണറുടെയും തന്ത്രങ്ങൾ പൊളിഞ്ഞു. BJP-യുടെ തന്ത്രങ്ങൾ എന്താണെന്നാണ് ലാൽ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു BJP തന്ത്രം പൊളിഞ്ഞു, BJP തന്ത്രം. അതിനകത്ത് വളരെ ലളിതമാണ്. ഞാൻ പറഞ്ഞു തീരട്ടെ. BJP എന്ത് തന്ത്രത്തിൽ തിരിച്ചെന്നാണ് നിങ്ങൾ പറയണേ? ശശികലയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവാദം കൊടുത്തില്ല, അവർ ജയിലിൽ പോയി, അവർ വേറൊരു നേതാവിനെ തിരഞ്ഞെടുത്തു, അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചെയ്യിച്ചു, അത് മുഖ്യമന്ത്രിയാക്കി. ഇതിനെന്താ BJP-യുടെ തന്ത്രം പിഴച്ചത്? BJP-ക്ക് തന്ത്രം അറിയാമെങ്കിൽ അത് പിഴയ്ക്കാതെ തന്ത്രങ്ങൾ മെനയാനുള്ള നേതാക്കന്മാർ BJP-ക്കുണ്ട്. നിങ്ങൾ അക്കൂട്ടത്തിലൊന്നും BJP പെടുത്തണ്ട. അതുകൊണ്ട് BJP-ക്ക് താല്പര്യങ്ങളുണ്ടായിരുന്നു. BJP-യുടെ എന്തെങ്കിലും കുതന്ത്രങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ അവസാനം വരെ ആ തന്ത്രം വിജയിപ്പിക്കാനും കഴിവുള്ള നേതാക്കന്മാർ വിജയിച്ചില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ വിജയിക്കാത്ത തന്ത്രം BJP പരീക്ഷിച്ചിട്ടേ ഇല്ല. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ താല്പര്യം എന്തായിരുന്നു? AIADMK-യുടെ മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതായിരുന്നോ? പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതായിരുന്നോ? പനീർശെൽവമോ ഒന്നും അല്ല അവിടെ പ്രശ്നം. അണ്ണാ-DMK-യിലെ ഭൂരിപക്ഷം MLA-മാർ ആരവരെ നേതാവാക്കി തെരഞ്ഞെടുക്കുന്നു അവർ മുഖ്യമന്ത്രിയാകട്ടെ. അങ്ങനെയാണ് ശശികല എന്തുകൊണ്ട് ശശികലയുടെ പശ്ചാത്തലം വേറെ. നേരത്തെ ശശികലയുടെ പശ്ചാത്തലം വേറെയാണെങ്കിൽ ഈ രാജ്യത്ത് ആരൊക്കെയുണ്ട് അതുപോലെയുള്ള നിങ്ങളുടെ നേതാക്കൾ? കർണാടകത്തിൽ യെഡിയൂരപ്പയുടെ പശ്ചാത്തലം എന്താണ്? യെഡിയൂരപ്പയുടെ കാര്യം പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ആലോചിക്കാം. അപ്പോൾ യെഡിയൂരപ്പയെ നിങ്ങൾ മുഖ്യമന്ത്രി ആക്കില്ല. ലാലെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ ഒരാഴ്ച ഇത്രയും ഈ ശശികലയ്ക്കെതിരായും ശശികലയെ പറ്റിയും ബാധിച്ചുകൊണ്ടിരുന്നവരാ നിങ്ങളിപ്പോൾ പഴുത് വിട്ടപ്പോൾ BJP ആക്രമിക്കാൻ വേണ്ടി അതിനെ കയറി പിടിക്കരുത്. സുപ്രീം കോടതി ഈ നാട്ടിലെ AIADMK-യുടെ ഉദിക്കുന്ന ഒരു ചോദ്യം അങ്ങയിലേക്ക് ഇട്ട് തന്നതാണ്. AIADMK നേതാക്കന്മാർ ഭരണഘടനാപരമായ ചോദ്യമുണ്ട് സർ, ഭരണഘടനാപരമായിട്ടുണ്ട്. ഗവർണർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും പറയുന്നുണ്ട്. ശശികലയാണ് പ്രശ്നം, പറ്റില്ല. ശശികല മാത്രമല്ല പ്രശ്നം. ശശികലയെ നേതാവായി തെരഞ്ഞെടുക്കുമ്പോൾ പനീർശെൽവം അടക്കമുള്ള 134 MLA-മാർ ചേർന്നാണ് അവർ നേതാവാക്കി തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് 7 പേര് പിഴിഞ്ഞുപോയി, 10-11 പേര് കൊഴിഞ്ഞു എന്ന് പിന്നെ അറിഞ്ഞു. അപ്പോൾ ഓരോ ദിവസവും അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നിയമസഭാ കക്ഷിയുടെ നേതാവായിട്ട് എങ്ങനെ ശ്രീമതി ശശികലയെ അന്ന് വിലയിരുത്താൻ സാധിക്കും? അവരെല്ലാം ഒരു താവളത്തിൽ
ഒരു ജയിലിന് തുല്യമായ ഒരു റിസോർട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിട്ട് അവിടെ വെച്ച് തിരഞ്ഞെടുത്ത നേതാവിനെ എങ്ങനെ വിശ്വസിക്കും? ശ്രീ മസൂദ്, ഇന്ന് ശ്രീ സാഹചര്യം മസൂദ്. മാറി. ഇന്ന് സാഹചര്യം മാറി. ഞാൻ നേരത്തെ പറഞ്ഞു, കോടതി ഇടപെടലിനെ തുടർന്ന് പോലീസ് അവിടെ പോയി MLA മാരെ കണ്ട് ഇന്റർവ്യൂ നടത്തി. ഞങ്ങളെല്ലാം സ്വതന്ത്രരാണെന്ന് അവർ ശരിയാണോ ഇത് ഏത് തെറ്റാണോ? പക്ഷേ നാട്ടിലാണ് ആ സാർ റിപ്പോർട്ട് നടക്കുന്നത്? BJP ഭരിക്കുന്ന എവിടെയെങ്കിലും നടക്കുമോ? പോലീസുകാർ വന്നാണോ MLA-മാരുടെ അടുത്ത് ചോദിച്ച് ഈ അങ്ങനെയാണോ നാട്ടിലെ സംഭവിച്ചത്? ഭൂരിപക്ഷം നോക്കേണ്ടത്? അത് സഭയിൽ തെളിയിക്കണം. ഗവർണർ അതിനാണ് വെച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോ ചെയ്തത്. ഗവർണറാണ് അത് ചെയ്യേണ്ടത്. അതാണ് അത് ഇപ്പോ ഇപ്പോഴല്ല ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴാ? 10 MLA-മാരെ ചാടിച്ചിട്ട് 11ാമൻ വരുന്നില്ല എന്നുള്ളത് പരമാവധി നോക്കിയപ്പോൾ അറിഞ്ഞപ്പോഴല്ല അത് ചെയ്യേണ്ടത്. ഞാനേ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവരാരും മണ്ടന്മാരല്ല. നിങ്ങൾ ആവർത്തിച്ചത് BJP എന്തോ മഹാ അപരാധം ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ വാക്കിട്ട് BJP അല്ല, കോൺഗ്രസ് ആണെങ്കിലും മുൻകാലങ്ങളിൽ ഗവർണറെ ഉപയോഗിച്ച് ചെയ്തത് ഇതാണ്. ആവശ്യമില്ലാത്ത കാര്യം നിങ്ങൾ ചർച്ച ചെയ്ത് അതിനെ വഷളാക്കരുത്. ദയവ് ചെയ്ത് നിങ്ങളെ ഓഡിയൻസ് തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തും. അതല്ല, അതൊന്നുമല്ല. ഓഡിയൻസിന്റെ കാര്യം അങ്ങ് നോക്കണ്ട. അങ്ങ് ഈ പറഞ്ഞ ഭരണഘടനാപരമായ ചോദ്യത്തിന് ഉത്തരമുണ്ടോ എന്നും ഭരണഘടനാപരമായി തന്നെയാണ് ഇവിടെ ചെയ്തത്. ഏത് ഭരണഘടനയുടെ ക്ലോസ് അനുസരിച്ചാണ് ശശികലയ്ക്ക് ഒരു കേസ് ഉണ്ടെങ്കിൽ അതിന്റെ വിധി വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണമെന്ന് ഗവർണറെ ഉപദേശിക്കുന്ന ആ വകുപ്പ് ഏതാണ്? ഭരണഘടന വകുപ്പല്ലല്ലോ പ്രധാനം. പിന്നെ എന്താണ് പ്രധാനം? ഗവർണർ റോബോട്ടൊന്നുമല്ല. ഗവർണർ ഇങ്ങനെ യന്ത്രം പോലെ ചെയ്യാൻ. അദ്ദേഹം പച്ച മനുഷ്യനാണ്. ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളാണ്. ഇവിടുത്തെ ആളുകളുടെ അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, മാധ്യമങ്ങൾ, പത്രങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ, കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം അറിയുന്നുണ്ട്. ശ്രീ മസൂദ്, അങ്ങനെ ജനാധിപത്യം വിൽപ്പന ചരക്കല്ല. ശ്രീ മസൂദ് പറഞ്ഞോളൂ, ഇതിന് എന്ത് മറുപടിയാണ് താങ്കൾക്കുള്ളത്? ഇത് മറുപടി അർഹിക്കുന്ന ചോദ്യമല്ല. എന്റെ ബഹുമാന്യ സുഹൃത്ത്, എന്റെ ചോദ്യത്തിന്റെ പ്രശ്നമാണോ MS കുമാർ പറഞ്ഞ? ചോദ്യത്തിന്റെ അല്ല, MS കുമാർ പറഞ്ഞത് മറുപടി അറിയിക്കുന്നതല്ല. കാരണം നിങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു കേസ് നടക്കുമ്പോൾ കേസിൻ്റെ വിധി വരാൻ വേണ്ടി ഒരു ഗവർണർ കാത്തിരിക്കുക, നിയമസഭയിലെ ഭൂരിപക്ഷം ആളുകൾ ഒപ്പിട്ട് കൊടുത്താൽ അതനുസരിച്ച് അവരെ വിളിച്ച് ആലോചിച്ച് അവരുമായിട്ട് ചർച്ച നടത്തി ആ തീരുമാനം നടപ്പിലാക്കലല്ല. ഇത് ഗവർണർ എന്ന് പറയുന്ന ആൾ നിഷ്പക്ഷനായിരിക്കണം എന്നുള്ളതിൻ്റെ ഘടകവിരുദ്ധമായ നടപടിയാണ് ബോംബെ എയർപോർട്ടിൽ ഇറങ്ങിയോണ്ട് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി പിന്നെ അദ്ദേഹം നല്ലവനാണ്, പനീർശെൽവം നല്ലവനാണ്. അപ്പോൾ നേരത്തെ ഒരു അഡ്വാൻസ് മെമ്മോ കൊടുത്തിരിക്കുന്നു. ഇത് ജനാധിപത്യത്തിന് വിരുദ്ധമായ നടപടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരി, അതാണ് കൃത്യമായി ശ്രീ MS കുമാർ പറഞ്ഞതിനുള്ള മറുപടി. ശ്രീ MS കുമാർ, അതായത് BJP-യുടെ തന്ത്രം എന്നുള്ളതിനെ ADMK കാണുന്നത് അതാണ്. അവിടെ പനീർശെൽവത്തോടായിരുന്നു താല്പര്യം, അത് നടന്നില്ല എന്നുള്ളത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ മധുവിലേക്കും വരുന്നതിന് മുമ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇതാണ് ഇപ്പോൾ AIADMK-യും പറയുന്ന കാര്യം. ഈ കാര്യമാണ് ഞാൻ നേരത്തെ താങ്കളോട് അന്വേഷിച്ചത്. ആ കാര്യത്തിൽ ഗവർണർ ശശികലയെ വിളിക്കുന്നതിനെ നമ്മൾ എതിർക്കുമ്പോഴും ഗവർണറുടെ മുന്നിൽ കണക്കുകൾ മാത്രം നോക്കുക എന്നൊരു ജോലി മാത്രമാണ് ഉള്ളത് എന്ന് നിൽക്കെ AIADMK-യുടെ ഈ പരാതിക്ക് എന്ത് മറുപടി ഉണ്ടാകും ഗവർണർക്ക്? അല്ല, ഒന്ന്, ആ പരാതിക്ക് ഗവർണർ മറുപടി നൽകാൻ ബാധ്യസ്ഥനല്ല. ശശികലയെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ: ഒന്ന്, ശശികല നിയമസഭാംഗം ആയിരുന്നില്ല. നിയമസഭാംഗം ആകാതെയും 6 മാസം തുടരാമെന്നൊക്കെ ഉള്ളത് ഒരു ഇളവ് മാത്രമാണ്. 2, അവർ ഒരു വലിയ ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ്. ആ പ്രതിയുടെ അപ്പീലിൽ സുപ്രീം കോടതി ഏതാനും ദിവസങ്ങൾക്കകം വിധി പറയുന്നു എന്ന് പറയുമ്പോൾ ആ വിധി വരുന്നതുവരെ ഗവർണർ കാത്തിരുന്നു എന്നതിൽ വലിയ അപാകത ഞാൻ കാണുന്നില്ല. ആ ഗവർണർ അപ്രകാരം ഒരാഴ്ച താമസിപ്പിച്ചെങ്കിൽ ആ താമസിപ്പിച്ചത് ശരിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ശ്രീ മസൂദ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ടല്ലോ, ഈ OPS-നെ, പനീർശെൽവത്തെ നല്ല മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ഒരു അഡ്വാൻസ് മെമ്മോ കൊടുത്ത ഗവർണറുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് കൂടി വ്യക്തമല്ലേ? അക്കാര്യത്തിൽ പരാതി ഉണ്ടല്ലോ, AIADMK-ക്ക് തുടരുന്നുണ്ടല്ലോ പരാതി. അല്ല, പരാതി ഉണ്ടെങ്കിൽ നമുക്ക് പരാതിപ്പെടാം. ഗവർണർ ഒരു അഭിപ്രായം പറഞ്ഞു. അത് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ അതല്ലല്ലോ വാസ്തവത്തിൽ. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുന്നു. പനീർശെൽവം നല്ല മുഖ്യമന്ത്രിയാണ്, പരിചയസമ്പന്നനാണ് എന്ന് പരസ്യമായി അഭിപ്രായപ്പെട്ട ഗവർണർ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാകുന്നതിന് ക്ഷണിച്ചതുമില്ല. അവൻ്റെ ഒരു പരാതിയുടെ ഒരു കാരണമില്ലല്ലോ അവിടെ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഞാൻ ഈ ചോദ്യം ഉന്നയിച്ചതിന് കാരണം അങ്ങ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞു, ഇനി കഴിഞ്ഞത് എന്തെന്നുള്ളത് ചർച്ച ചെയ്യുന്നതിന് കാര്യമില്ല. പക്ഷേ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പളനിസ്വാമിയാണ് എന്ന് ശനിയാഴ്ച വിശ്വാസ വോട്ടെടുപ്പിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള രാഷ്ട്രീയത്തിൽ കേന്ദ്രത്തിലെ മുഖ്യ കക്ഷികളായ BJP-യും കോൺഗ്രസും എന്ത് നിലപാടെടുക്കും തമിഴ്നാട്ടിലെ പാർട്ടികളോട്
AIADMKയോട് പ്രത്യേകിച്ച് അവരുടെ MP-മാരോട് ഡൽഹിയിൽ എന്നുള്ളതാണ് വലിയ രാഷ്ട്രീയം. ആ കാര്യത്തിൽ ഈ കാര്യത്തിലെ പരാതികളും ഇപ്പോഴുള്ള ബന്ധങ്ങളും നിർണയിക്കും കാര്യങ്ങളെ. അവിടെ AIADMKക്ക് BJP ഇതുവരെ എടുത്ത നിലപാടുകളിൽ പരാതി ഉണ്ട് എന്നുള്ളത് ഒരു സൂചനയല്ലേ? ഇതാണ് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത്. അല്ല, ഇതുവരെ നടന്ന കാര്യങ്ങളിൽ ആർക്ക് എന്ത് പരാതി ഉണ്ടെങ്കിലും ആ പരാതികൾ ഇന്ന് അല്ലെങ്കിൽ ശനിയാഴ്ച അവസാനിക്കും. അതിനുശേഷമുള്ളത് പ്രായോഗിക രാഷ്ട്രീയമാണ്. കേന്ദ്രം ഭരിക്കുന്ന BJPയെ സംബന്ധിച്ച് രാജ്യസഭയിൽ AIADMKയുടെ സഹായം ആവശ്യമുണ്ട്. ഇപ്പോൾ ആ സഹായമുണ്ട്. ആ സഹായം നിലനിർത്താൻ അവർ പരിശ്രമിക്കും. പിന്നെയുള്ളത് ജൂലൈ ഓഗസ്റ്റിൽ വരുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ്. ഈ ജൂലൈ ഓഗസ്റ്റിലൊക്കെ വരെ ഈ മന്ത്രിസഭ പളനിസ്വാമി നിലനിൽക്കുമോ എന്ന് പോലും നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. വിശ്വാസ വോട്ട് നേടിയാൽ തന്നെയും ആ മന്ത്രിസഭയുടെ ആയുസ് എത്ര എന്ന് പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതൊക്കെ വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ച് സംസ്ഥാനത്ത് പ്രബലമായ ഒരു ശക്തിയുമായി സഖ്യം പരസ്യമായതോ രഹസ്യമായതോ ഏത് രീതിയിലുമാകാം, അത് തുടർന്നു കൊണ്ടുപോകാൻ അവർ പരിശ്രമിക്കും. സഹകരണം ഉണ്ടാകുന്നതിനുള്ള നടപടികൾ അവർ സ്വീകരിക്കും. അതിലൊന്നും നമുക്കൊരു തെറ്റ് പറയാൻ കഴിയുകയുമില്ല. ശരി, ശ്രീ PM സുരേഷ് ബാബു, ഈ മത്സരത്തിൽ കോൺഗ്രസ് എവിടെ എന്നാണ് ഇനി അറിയേണ്ടത്. അതായത് ഇപ്പോൾ പളനിസ്വാമി മുഖ്യമന്ത്രിയാകുമ്പോൾ BJP ഇപ്പോൾ എടുക്കുന്ന ഒരു ജാമ്യം, ഇതുവരെ തമിഴ്നാട്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒരു റോളുമില്ല. ഗവർണർ അദ്ദേഹം എല്ലാ കാര്യങ്ങളും നോക്കി അവിടെ കാര്യങ്ങൾ തീരുമാനിച്ചു. ആ നിലയ്ക്ക് BJP ചെയ്യേണ്ടത് ചെയ്തു എന്നുള്ളത് ഇനി അങ്ങോട്ട് AIADMKയുടെ പിന്തുണ പല കാര്യങ്ങളിലും ഇവിടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ കിട്ടുന്നതിനുള്ള ഒരു രാഷ്ട്രീയമായി കാണാം. കോൺഗ്രസ് ഇത് BJPക്ക് സഹായകരമാകും ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ അവസ്ഥ എന്ന് കാണുന്നുണ്ടോ? ഈ BJPക്ക് സഹായകരമാണോ അല്ലയോ എന്നുള്ളതിനേക്കാളൊക്കെ വളരെ ഗൗരവമുള്ളൊരു പ്രശ്നം 1967 ശ്രീ കാമരാജ് നാടാരുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മന്ത്രിസഭ മാറി പിന്നീട് വന്ന DMK മന്ത്രിസഭകളും അത് പിന്നീട് പിളർന്ന് AIADMK ആയിട്ടൊക്കെ വന്ന മന്ത്രിസഭകൾ ഇതൊരു ദ്രവീഡിയൻ കൾച്ചറിൻ്റെ ഭാഗമായുള്ള ഒരു രാഷ്ട്രീയ ധ്രുവീകരണം തമിഴ്നാട്ടിൽ നിലനിൽക്കുകയായിരുന്നു. ഇപ്പോൾ അതിനൊരു ചെറിയ ദേശീയ പാർട്ടികൾക്ക് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു സ്പേസ് ഉണ്ടായി വന്നിരിക്കുകയാണ് ഈ രാഷ്ട്രീയ പ്രശ്നത്തിലൂടെ. അതുകൊണ്ട് അത് മുതലെടുക്കാൻ BJP പരിശ്രമിക്കും. അവരൊരു ദേശീയ പ്രസ്ഥാനമാണ്. അത് മുതലെടുക്കാൻ കോൺഗ്രസ് പരിശ്രമിക്കും. ഞങ്ങളൊരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രാഷ്ട്രീയ കാലാവസ്ഥ അവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതുകൊണ്ട് അവരത് ഉപയോഗപ്പെടുത്തും. പക്ഷെ പെട്ടെന്നുള്ള ഒരു പ്രശ്നത്തിൽ, പെട്ടെന്നെന്ന് പറഞ്ഞാൽ അതൊരു ദീർഘമേറിയ പ്രോസസ്സാണ്. ഒരു 4 ദശകങ്ങളിൽ ഇവരുടെ കൈകളിൽ കിടന്നിരുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തെ തിരികെ ഒരു ദേശീയ രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ശ്രമകരവും കാലദൈർഘ്യം ആവശ്യമുള്ളതുമായ ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് പെട്ടെന്നുള്ള പരിശ്രമത്തിൽ, പെട്ടെന്നുള്ള ആവശ്യത്തിന് DMKയോ AIADMKയോ ഉപയോഗപ്പെടുത്തി നിലവിലുള്ള മന്ത്രിസഭയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഡൽഹിയിൽ സൃഷ്ടിക്കാനുള്ള ശ്രമം BJP നടത്തും. BJP അതിനകത്ത് ഭരണവും രാഷ്ട്രീയവും അധികാരവും ഒക്കെ ഉപയോഗപ്പെടുത്തും. അത് ശ്രദ്ധിച്ചിരിക്കാൻ പാകത്തിൽ അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, BJP ഒഴികെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരിശ്രമിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ നല്ല ധ്രുവം നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ മധു, അങ്ങനെയാണെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാൻ തമിഴ്നാട്ടിൽ ഏറ്റവും പ്രാപ്തമായ കക്ഷി DMK ആണ്. അവരാണ് നിങ്ങളാണ് പ്രതിപക്ഷത്തിൻ്റെ റോളിൽ ഉള്ളത്. അവിടെ എന്തു പറഞ്ഞാണ് ഇനി നിങ്ങളുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോവുക? കഴിഞ്ഞ 7 ദിവസത്തിൽ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്കൊരു സന്ദേശം കൊടുക്കാനുള്ള സമയമായിരുന്നു. ആ സന്ദേശം BJP കൊടുത്തു. കോൺഗ്രസ് 2 വള്ളത്തിലും നിന്നുകൊണ്ട് ഒരു നയമെടുത്തു. AIADMKയുടെ ശശികല വിഭാഗത്തിനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദം കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്? പളനിസ്വാമി കൃത്യമായി ശനിയാഴ്ച വിശ്വാസ വോട്ടെടുപ്പ് നേടുകയാണെങ്കിൽ 4.5 കൊല്ലം കൂടി തുടരും ആ മന്ത്രിസഭ എന്ന് പറയേണ്ടി വരും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുകയാണെങ്കിൽ അത് എപ്പോഴും വേണമെങ്കിലും താഴെ വീഴാം. പക്ഷേ നമ്മൾ കാണേണ്ടത്
AIADMKക്ക് അങ്ങ് തന്നെ നേരത്തെ ആരോപിച്ചതുപോലെ പല ലക്ഷ്യങ്ങളുണ്ട് MLA-മാർക്ക്. അങ്ങനെ കൈവിട്ട് കളിക്കാൻ അവർ ഭരണത്തെ കൈവിട്ട് കളിക്കാൻ തയ്യാറാകില്ല. നിങ്ങൾക്ക് കിട്ടിയ അവസരം നിങ്ങൾ അത് ഉപയോഗിച്ചില്ല. ആ നിലയ്ക്ക് അവർ 5 വർഷം പൂർത്തിയാക്കിയാൽ അമ്മയുടെ പൈതൃകവും പാരമ്പര്യവും പറഞ്ഞ് ശശികല പരപ്പനയിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഭരണത്തെ നോക്കി നിൽക്കേണ്ടി വരില്ലേ നിങ്ങൾക്ക്? ഒരിക്കലുമല്ല. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം DMK എന്ന് പറയുന്ന ശക്തമായ അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ശക്തമായ പ്രതിപക്ഷമാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ശശികലയെയും പിന്നെ പളനിസ്വാമിയൊക്കെ നമ്മൾ വിസ്തരിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ജനാധിപത്യ വ്യവസ്ഥയിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നവരാണ്. അത്തരം ഒരു സർക്കാരിനെ ഒരു കുതിരക്കച്ചവടത്തിലൂടെ തള്ളിയിട്ട് താഴെയിട്ടതിന് ശേഷം ഭരണത്തിലേറാൻ DMKക്ക് യാതൊരു താല്പര്യമില്ലെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട എന്ത് സന്ദേശമാണ് DMK കൊടുത്തു എന്ന് ചോദിച്ചാൽ, ഈ ചക്കളത്തി പോരാട്ടം നടക്കുന്ന സമയത്തെല്ലാം DMK അതിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. DMK നിങ്ങൾ ആലോചിക്കണം, ഒരു പുറത്തറിയാത്ത പല സംഭവങ്ങളും തമിഴ്നാട്ടിൽ ആ കാലഘട്ടത്തിൽ നടത്തിയിരുന്നു. ജയലളിത 77 ദിവസത്തോളം ആശുപത്രിവാസം നടത്തിയ സമയത്ത് തമിഴ്നാട്ടിലെ ഭരണം നിശ്ചലമായിരുന്നു. ഇപ്പോൾ ശ്രീ ലാൽ നേരത്തെ ഒരു കാര്യം ചോദിച്ചു, ഗവർണർ എന്തുകൊണ്ട് തിടുക്കത്തിലൊരു നടപടി എടുത്തില്ല എന്ന്. 70-80 ദിവസം കൊണ്ട് ഏകദേശം 3 മാസത്തോളം കൊണ്ട് തമിഴ്നാട് നിശ്ചലമാണ്. അന്ന് തമിഴ്നാട്ടിൽ ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ഗവർണർ ഒരു 10 ദിവസം കൂടെ, ഇനിയൊരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു 15 ദിവസം കൂടെ ഇങ്ങനെ പോയിരുന്നാലും തമിഴ്നാട്ടിൽ ഇതിനപ്പുറം ഒന്നും. ഗവർണർ എത്ര വേണമെങ്കിലും പൊയ്ക്കൊള്ളട്ടെ, നിങ്ങൾ എന്ത് ചെയ്തു എന്നതാണ് ചോദ്യം. DMK ഈ കാര്യത്തിൽ ജയലളിതയെ ആക്രമിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണോ? കാരണം ഈ കേസിൽ 1-ാം പ്രതി അന്തരിച്ച ജയലളിതയാണ്. ജയലളിതയുടെ പക്ഷത്ത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ അടിയാണ് AIADMKയിൽ കണ്ടത്. അതിൽ ശശികല അകത്തായി, ബാക്കിയുള്ളവർ ആ പൈതൃകം മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിങ്ങൾ ആക്രമിക്കേണ്ടത് ജയലളിതയുടെ ആ രാഷ്ട്രീയത്തെയാണ്. നിങ്ങൾക്കതിന് സാധിക്കുമോ? തീർച്ചയായിട്ടും നിശ്ചയമായി സാധിക്കും. കാര്യം ഈ ജയലളിത മരിച്ച സമയത്ത് ഏകദേശം ഒരു 300ഓളം മരണം അവിടെ നടന്നു കഴിഞ്ഞു. അണ്ണാ DMK പ്രചരിപ്പിച്ച എന്താണ്, ജയലളിത മരിച്ചതിൻ്റെ മനോവിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്തെന്ന യഥാർത്ഥത്തിൽ അവിടെ നടന്ന സംഭവം അതല്ല. കർഷകരാണ് അവിടെ ആത്മഹത്യ ചെയ്ത്, വെള്ളം കിട്ടാനില്ല. മന്ത്രിമാരെല്ലാം ജയലളിതയുടെ ആശുപത്രിയുടെ മുന്നിൽ ചെന്ന്, അപ്പോളോ ആശുപത്രിയുടെ മുന്നിൽ ചെന്ന് കിടക്കുന്നു. പോലീസ് ഓഫീസർമാർ ആശുപത്രിയുടെ മുന്നിൽ കിടക്കുന്നു. ഗുണ്ടാവിളയാട്ടം, കൊലപാതകം, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തെല്ലാം DMK സംബന്ധിച്ചിടത്തോളം DMK പല പ്രാവശ്യം ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഗവർണറെ കണ്ടു. ഗവർണർ ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കും ഗവർണർ ഈ വിഷയത്തിൽ വളരെ ആലോചിച്ച് ഒരു തീരുമാനം എടുത്തെന്നുള്ളതാണ് ഞങ്ങളുടെ അനുമാനം. ആലോചിച്ചെടുത്തത് പളനിസ്വാമിക്കാണ് ഇപ്പോൾ നറുക്ക് വീണത്. ശ്രീ മസൂദ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ബാധ്യതയാകും DMKയുടെ ഈ പ്രചരണത്തിലൂടെ ജയലളിതയും ശശികലയും. ശ്രീ മസൂദ്. ഇല്ല, അത് അത്തരത്തിൽ ചിന്തിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ മന്ത്രിമാരും എല്ലാവരും അപ്പോൾ ആശുപത്രിയിലെ നടയിലാണ് കിടന്നതെങ്കിൽ 70 ദിവസമായിട്ടും തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിക്ക് ജയലളിതയെ കാണാൻ സാധിച്ചില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലെ ഭരണം മെച്ചമായി നടന്നിരുന്നു എന്നാണ് മറ്റുള്ള ആളുകളും പിന്നെ BJP ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ആ മരണവും ഇതുമായിട്ട് കൂട്ടിക്കലർത്തുന്നതിനോടുകൂടി യോജിക്കുവാൻ എൻ്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നു. മസൂദ്, BJP അത് പറഞ്ഞപ്പോൾ അങ്ങത് വിശ്വസിച്ചോ? BJP ആ പനീർശെൽവത്തെ നോക്കിയാണ് അത് പറഞ്ഞത്. പനീർശെൽവം നല്ല മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ജയലളിതയ്ക്ക് അസുഖമായി കിടന്ന സമയത്തും നല്ലവണ്ണം തമിഴ്നാട്ടിനെ നോക്കിയതാണ് എന്നുള്ളത് ആർക്കുള്ള കോംപ്ലിമെന്റ് ആണ്? പനീർശെൽവത്തിനുള്ളതാണ്. AIADMKക്കോ ജയലളിതയ്ക്കോ ശശികലയ്ക്കോ ഉള്ളതല്ലല്ലോ. അല്ല പനീർശെൽവത്തിനുള്ളതാണത്. പക്ഷേ പറയുമ്പോൾ പിന്നെ അമ്മ ആശുപത്രിയിൽ രോഗിയായി കിടക്കുന്നു. ആ അവസരത്തിൽ ഒരു നല്ല ഭരണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ അമ്മയുടെ ആ പിന്തുടർച്ചയുടെ അടിസ്ഥാനത്തിലുള്ള നയപരിപാടികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ആ നടപ്പിലാക്കുന്നതിൻ്റെ മുൻപന്തിയിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് സഞ്ചരിച്ച ആളാണ് പന്നീർശെൽവം. അതുകൊണ്ട് അതൊരു ഈ വാദഗതിയായിട്ട് ഇപ്പോൾ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തെല്ലാം എവിടെയെല്ലാം ആരെല്ലാം എങ്ങനെയെങ്കിലും പറഞ്ഞാലും ശരി, ഗവർണർ അവസാനം പിന്നെ നീതിക്ക് വേണ്ടി പോരാടുന്ന AIADMKയുടെ പ്രതിനിധിയെ മുഖ്യമന്ത്രിയാക്കാൻ ക്ഷണിച്ചു. അതുകൊണ്ട് ഈ വിവാദങ്ങൾ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വിവാദങ്ങൾ, ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിവാദങ്ങൾ, ഇതെല്ലാം അവസാനിപ്പിക്കുവാൻ രാഷ്ട്രീയ കക്ഷികളും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളും ശ്രമിച്ചാൽ ഒരു നല്ല ഭരണം തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും.
നിങ്ങളുടെ കൂടെ ആര് നിൽക്കണം എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളുടെ കൂടെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇപ്പോൾ പനീർസെൽവത്തിന് കൊടുത്ത പിന്തുണ BJP പളനിസ്വാമിക്ക് നൽകും എന്നാണോ? DMK പനീർസെൽവത്തിന്റെ നേരെ നോക്കി ചിരിച്ചത് സ്റ്റാലിൻ ചിരിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെയുള്ള ചിരി പളനിസ്വാമിയെ നോക്കി ഇനി ചിരിക്കണം എന്നാണോ? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുഖകരമായ ഒരു ഭരണം തമിഴ്നാട്ടിൽ നടക്കണമെന്നുള്ളത് മാത്രമാണ്. പിന്നെ ആരെ നോക്കി ചിരിച്ചോ ചിരിച്ചില്ലയോ അതൊക്കെ രണ്ടാമത്തെ വിഷയം. വളരെ ദുർബലമായിട്ടുള്ള വാദഗതി. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു വെട്ടിലാണ് യഥാർത്ഥത്തിൽ. കാരണം BJPയെ പാർലമെൻറ്റിലും രാജ്യസഭയിലും ഒക്കെ താങ്ങി നിർത്തിയ കൂട്ടലിൽപ്പെട്ടവരാണ് ഞങ്ങൾ. അതിപ്പോൾ ഞങ്ങൾ രണ്ട് ചേരിയായി തീർന്നിരിക്കുന്നു എങ്കിൽ തന്നെയും ഭൂരിപക്ഷം MLA-മാർ ഞങ്ങളുടെ കൂട്ടത്തിലാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്, വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് എല്ലാം വരാൻ പോകുന്ന അവസരത്തിൽ BJPയുടെ നോമിനികൾക്ക് ജയിക്കണമെങ്കിൽ ഞങ്ങളുടെ വോട്ട് കൂടി ആവശ്യമുണ്ടാവും. അപ്പം നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്? BJP അതാണ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് നിങ്ങളുടെ കൂടെ? അല്ലല്ല, ആ വാദഗതി പറയരുത്. ഞങ്ങൾ കൊടുക്കാൻ തയ്യാറുണ്ടോ ഇല്ലയെന്നുള്ള കാര്യം പിന്നാലെ കൂടുന്ന പാർട്ടിയുടെ ജനറൽ കൗൺസിൽ തീരുമാനിക്കണം. അതുപോലെ ജയിലിൽ കിടക്കുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി തീരുമാനിക്കണം. അത് തന്നെയാണ് യാഥാർത്ഥ്യം. ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്ന ശ്രീ MS കുമാർ, കേട്ടല്ലോ, നിങ്ങൾക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകാൻ അവർക്ക് തീരുമാനമെടുക്കേണ്ടത് ജയിലിൽ കിടക്കുന്ന ശശികലയുടെ മനസ്സ് നിങ്ങൾക്കൊപ്പം വന്നാൽ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ സഹായിക്കേണ്ടത് പളനിസ്വാമിയെ മാത്രമല്ല, പരപ്പനയിലും നിങ്ങളുടെ കണ്ണ് വേണം. ശശികലയ്ക്കും വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. വേണമെങ്കിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് വേണമെങ്കിൽ. ശരി, നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം. വളരെ നല്ല കമന്റാണ് BJP വക്താവ് പറഞ്ഞിരിക്കുന്നത്. സമയമാകുമ്പോൾ ആലോചിക്കാമെന്നാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ അന്വേഷിക്കേണ്ടത് പരപ്പന അഗ്രഹാര ജയിലിൽ നിന്നുള്ള റിമോട്ട് കൺട്രോൾ ഭരണം ഉണ്ടാകുമോ? OPSന്റെ ഭാവി എന്താകും? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കേട്ടല്ലോ ഇപ്പോൾ ഇവിടെ നടന്ന ചർച്ച. അതായത് അങ്ങ് ആദ്യം വിചാരിച്ച രീതിയിൽ അല്ല ഗവർണറുടെ തീരുമാനം എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് വേണം കാണാൻ. ഇനി അങ്ങോട്ടുള്ള കണക്കുകളുടെ പിന്നാലെ പോകുമ്പോൾ പരപ്പനയെ മറക്കാൻ സാധിക്കില്ല. ശശികലയുടെ നിയന്ത്രണത്തെ മറികടക്കാൻ പറ്റില്ല BJPക്കും. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. തമിഴ്നാട് നാളെ മുതൽ കാണാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്. അത് ഒരു വശത്ത്. മറ്റൊന്നറിയേണ്ടത് അങ്ങയിൽ നിന്ന്, പനീർസെൽവത്തെ പുറത്താക്കിയിരിക്കുന്നു AIADMK. ഫ്ലോറിൽ ഇനി എന്താണ് പനീർസെൽവത്തിന്റെ റോൾ? അല്ല, പനീർസെൽവത്തിന് ഫ്ലോറിൽ സ്വന്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ചില സാങ്കേതിക വശങ്ങളാക്കിക്കൊണ്ട്. കാരണം അയോഗ്യത എന്നൊരു നിയമം നിലവിലുണ്ട്. അത് ആ നിയമത്തിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ ഏത് MLA-ക്കും പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷെ ഇനിയിപ്പോൾ പനീർസെൽവത്തിൻ്റെ ഭാവി എന്ത് എന്നത് നമുക്കൊരു ചിന്താ വിഷയമേ അല്ല. കാരണം പനീർസെൽവത്തെ നമ്മൾ ഒരിക്കൽ ആ പേരോട് താല്പര്യം കാണിച്ചത് മറ്റു ചില കാരണങ്ങൾ നിമിത്തമായിരുന്നു. ആ കാരണങ്ങൾ ഇപ്പോൾ ഇല്ല. ഇനി പനീർസെൽവത്തിൻ്റെ വഴിക്ക് പോകും. തമിഴ്നാട്ടിൽ എന്ത് സംഭവിക്കും എന്നത് അയൽ സംസ്ഥാനം എന്ന നിലയ്ക്ക് നമുക്ക് താല്പര്യമുള്ള വിഷയമാണ്. അവിടെ 2021 നടക്കുന്ന തെരഞ്ഞെടുപ്പ് വരെ പളനിസ്വാമിയോ അല്ലെങ്കിൽ AIADMK മുഖ്യമന്ത്രിയോ നിലവിൽ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. അന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പ് എത്ര വർഷം നേരത്തെയാക്കാൻ കഴിയുമോ എന്നായിരിക്കും സ്റ്റാലിൻ നോക്കുന്നത്. ആ പരിശ്രമത്തിൽ സ്റ്റാലിൻ വിജയിക്കുകയും ചെയ്യും. ശ്രീ PM സുരേഷ് ബാബു, എത്രയൊക്കെ ആയാലും അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരെ തമിഴ്നാട്ടിൽ, അല്ലെങ്കിൽ അടുത്തൊരു ഭരണമാറ്റത്തിന്റെ സാധ്യത ഉണ്ടാകുന്നത് വരെ തമിഴ്നാട്ടിൽ AIADMKയുടെ പ്രതിനിധിയാണ് മുഖ്യമന്ത്രിയാകുക. പളനിസ്വാമി മുഖ്യമന്ത്രി ആയിരിക്കുന്നു. ശശികലയെ കാണാൻ നാളെ പോകുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ഇവിടെ ശ്രീ മസൂദ് പറഞ്ഞതുപോലെ BJPക്ക് പിന്തുണ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക പോലും ശശികലയാണ് എന്നിരിക്കെ, നമ്മൾ അയൽവക്ക സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യത്തിലും ശശികലയെ മറന്ന് പളനിസ്വാമിയെ മാത്രം കരുതാനാകുമോ? അതൊരു പ്രതിസന്ധി അല്ലേ? അപ്പൊ ഈ കാര്യത്തിൽ ദേശീയ പാർട്ടികൾക്ക് AIADMKയുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടെടുക്കേണ്ടി വരുമല്ലോ. പനീർസെൽവം ഇനി അങ്ങോട്ട്
ഇല്ല അതിനകത്ത് എന്ന് പറയാൻ സാധിക്കുമോ? 10 MLA-മാരോടൊപ്പം അദ്ദേഹം ഒരു ഫാക്ഷനായി കാണിച്ചതാണ്. ഇപ്പോഴും ആ മനസ്സ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അദ്ദേഹം നിന്നിടത്ത്. ആ നിലയ്ക്ക് ഏത് ഭാഗത്താണ് കോൺഗ്രസിന്റെ കണ്ണ്? ശശികല വിഭാഗത്തിന്റെ ഭാഗത്തോ പനീർസെൽവം വിഭാഗത്തിന്റെ ഭാഗത്തോ? ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയത്തിൽ എവിടെയാണ് കോൺഗ്രസിന്റെ കണ്ണ്? ശ്രീ ലാൽ, അങ്ങനെ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്ന ഒരു സംവിധാനമല്ല. ഒന്നാമത് ഞങ്ങൾക്ക് ഈ സുരേഷ് ബാബു, ഞാൻ താങ്കളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാട് ഉണ്ടായിരുന്നതാണ്. നിങ്ങളുടെ പാർട്ടിയിലെ പ്രതിസന്ധി കൊണ്ടാണ് ആ തീരുമാനം കൃത്യമായി വരാതെ പോയത്. തമിഴ്നാട്ടിൽ തിരുനാവക്കരശ് ഒരു തീരുമാനം എടുത്തിരുന്നു ശശികലയുമായി ഒത്തുപോകുന്നതിന്. അത് പി ചിദംബരത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിരുന്നു. ഹൈക്കമാൻഡ് ഇടപെട്ടു. അങ്ങനെയാണ് ശശികലയുമായി ഓപ്പണായൊരു നിലപാടിലേക്ക് പോകാതിരുന്നത്. ഇങ്ങനെ ഒരു തീരുമാനമേ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. ഇപ്പൊ കൃത്യമായ ഒരു ഇടപെടൽ വേണ്ട ഘട്ടങ്ങളിൽ ശശികലയെ മറന്ന് നിങ്ങൾക്ക് പോകാൻ സാധിക്കുമോ AIADMKയുടെ സഹായം വേണമെങ്കിൽ? അല്ല, ശ്രീ ലാൽ പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, അതിനകത്ത് ഞങ്ങളൊരു തീരുമാനവും ഇല്ല. തിരുനാവക്കരശിന്റെ ഒരു അഭിപ്രായമുണ്ട്, കൗണ്ടർ അഭിപ്രായം ശ്രീ ചിദംബരത്തിന്റെ ഭാഗത്തുണ്ട്. ഇങ്ങനെ രണ്ടഭിപ്രായങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ അതിനകത്തൊരു നിഗമനത്തിൽ എത്തേണ്ടതില്ല എന്ന തീരുമാനം ഹൈക്കമാൻഡും എടുത്തു എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു തീരുമാനം വേറൊരു തീരുമാനമായി ഓവർലാപ്പ് ചെയ്യുകയോ അതൊക്കെ വീറ്റോ ചെയ്യുകയോ അങ്ങനെയൊന്നും അതിനകത്ത് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്കിപ്പോൾ ഒരു വളരെ വ്യക്തമായൊരു തീരുമാനം എടുക്കേണ്ടുന്ന റോള് ഇപ്പോഴവിടെ ഇല്ല. ഞങ്ങളാകെ ഒരു ഡിജിറ്റിൽ നിൽക്കുന്ന MLA-മാരെയും കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിയാണ് തമിഴ്നാട്ടിൽ. അതൊരു ഭാഗ്യം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭരണത്തിൽ ആര് വരും ആര് വരില്ല എന്നതിനെക്കുറിച്ച് തീരുമാനിക്കാനുള്ള നിർണായക ശക്തി കോൺഗ്രസ് അല്ലാത്തത് കൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് ഒരു ഫെൻസിംഗിൽ ഇരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. അക്കത്തിൽ മാത്രമുള്ള MLA-മാർ ഉണ്ടായിപ്പോയത്. അങ്ങനെയാണെങ്കിൽ BJP പരമഭാഗ്യത്തിലാണ്. ഒരു MLA പോലും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ലാൽ, രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പ് പറയുന്നത്. അത് പൊതിപ്പും തെങ്ങലും വെച്ച് ഞങ്ങൾക്കില്ലാത്ത ശക്തി ഞങ്ങൾ കാണിപ്പിച്ചു കൊടുത്തത് കൊണ്ട് ലാൽ അംഗീകരിക്കില്ല, പ്രേക്ഷകരും അംഗീകരിക്കില്ല. അവരുടെ മുമ്പിൽ സത്യസന്ധമായി കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത് എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും അത് നിങ്ങൾക്ക് സഭയ്ക്കകത്ത് എണ്ണം തികക്കേണ്ട കാര്യത്തിലാണ്. പക്ഷെ എന്റെ ചോദ്യം അതായിരുന്നില്ല. നിങ്ങൾ മുന്നോട്ടുള്ള പോക്കിൽ എടുക്കേണ്ട രാഷ്ട്രീയത്തിൽ ശശികലയെ നിങ്ങൾക്ക് അവഗണിക്കാനാകുമോ? അങ്ങനെ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ശക്തമായ തീരുമാനം നിങ്ങൾക്കുണ്ടോ? തുറന്നു പറയാൻ സാധിക്കുമോ? BJPക്ക് അത് പറയാൻ സാധിക്കുമോ എന്ന് ചോദിക്കാം. പറ്റില്ല എന്നാണ് ഇപ്പോഴേ നമ്മുടെ അനുമാനം. ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഞാൻ ഒരു കാര്യം പറയാം, വളരെ വ്യക്തമായിട്ട് പറയാം. ശശികല ജയലളിതയോടൊപ്പം ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ്സ് കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള അഴിമതിക്കാരിയായ ഒരു രാഷ്ട്രീയ നേതാവാണ്. ആ അഴിമതിക്കാരിയായ രാഷ്ട്രീയ നേതാവുമായി ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് തമിഴ്നാട്ടിൽ കോൺഗ്രസ് ആലോചിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരം ഒരു സമീപനത്തിൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് എടുത്തിട്ടുള്ള സമീപനങ്ങളിൽ ആ കാര്യത്തിൽ ഒരു തരത്തിലും അവരുമായി യോജിക്കാൻ പാടില്ല എന്നുള്ളതാണ് അഭിപ്രായം. അന്തിമമായ തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന്. ഞാൻ തിരിച്ചു വരാം ശ്രീ മസൂദിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കാര്യത്തിൽ ശ്രീ MS കുമാറിന്റെ BJPയുടെ നിലപാട് കൂടി അറിഞ്ഞിട്ട്, ശ്രീ MS കുമാർ, എന്ത് നിലപാട് അറിയേണ്ടത്? ഈ ഭാവിയിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിൽ നിങ്ങൾ ആലോചിക്കും എന്ന് പറഞ്ഞു ഇടവേളയ്ക്ക് മുമ്പ് എന്ത് വേണമെന്നുള്ളത് നിങ്ങളുടെ പാർട്ടി ആലോചിക്കും. കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ കാര്യത്തിൽ വളരെ കോമ്പിറ്റന്റ് ആയി നിങ്ങളെ മത്സരിച്ച് മുന്നോട്ട് പോകാൻ നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി പറഞ്ഞതുപോലെ ശശികലയുമായി ഒരു ബന്ധത്തിനും ഞങ്ങൾ ഇല്ല എന്ന് പറയാൻ നിങ്ങൾ ഈ ഘട്ടത്തിലുണ്ടോ? ഞാൻ ആളല്ല. ഞാൻ ആലോചിച്ച് പറയാന്ന് പറഞ്ഞാൽ ഈ നിങ്ങളെ ഇന്റർവെല്ലിൽ കഴിഞ്ഞാൽ ഉടനെ പറയാമെന്നല്ല പറഞ്ഞത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് പാർട്ടി ആലോചിക്കുന്നതാണ് പറഞ്ഞത്. ശരി. ശ്രീ മസൂദ്, നിങ്ങൾ ശശികലയെ തുടർന്നും മുന്നോട്ട് ജനറൽ സെക്രട്ടറിയായി തന്നെ വെച്ച് പോകാനാണോ നിങ്ങളുടെ പരിപാടി? ജനങ്ങൾ തമിഴ്നാട്ടിൽ അത് അംഗീകരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടോ? കാരണം ജയലളിതയ്ക്കാണ് ഈ ജയിലിൽ പോക്കുണ്ടായതെങ്കിൽ എന്താണ് തമിഴ്നാട്ടിൽ സംഭവിക്കുക എന്ന് നമ്മൾ കണ്ടതാണ്. ശശികല പോയപ്പോൾ ഒരില പോലും അനങ്ങിയില്ല എന്ന് മാത്രമല്ല, അവർക്ക് കൊണ്ടുപോയ മരുന്ന് കർണാടകത്തിൽ വെച്ച് ആ വണ്ടി ആക്രമിക്കപ്പെട്ടു. തമിഴ്നാട്ടിൽ അതിനും ഒരു ചലനവും ഉണ്ടായില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു നേതാവിന് ശിക്ഷിക്കപ്പെട്ടാൽ ഭരണഘടനയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് കോടതികൾ ശിക്ഷിച്ച് ജയിലിലാക്കുമ്പോൾ
നേതാവിൻ്റെ പിറകെ ആയിരക്കണക്കിനുള്ള ആളുകളെ കൊന്നൊടുക്കണമെന്നുള്ള അഭിപ്രായത്തോട് യോജിക്കുവാൻ വളരെ പ്രയാസമുണ്ട്. അങ്ങനെ ആരും പറഞ്ഞില്ല. അല്ല, അതിനൊരു പ്രയാസമുണ്ട്. അങ്ങനെ പറഞ്ഞു എന്ന് പറയുകയല്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഒരു സംഭവം ദേശീയ പാർട്ടികളായ കോൺഗ്രസിനോ BJPക്കോ ഒറ്റയ്ക്ക് മത്സരിച്ച് ഒരു അസംബ്ലി സീറ്റ് പോലും നേടുവാൻ സാധിക്കില്ല. കാരണം 67-ൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ട 3 സംസ്ഥാനങ്ങൾ: ബംഗാൾ, കേരളം, തമിഴ്നാട്. ബംഗാളിൽ വീണ്ടും കോൺഗ്രസിൻ്റെ ചുമയുള്ള മമതാ ബാനർജി വന്നു. കേരളത്തിൽ ഇടതുവലതികൾ മാറി തിരിഞ്ഞു വന്നു. തമിഴ്നാട്ടിൽ ഇന്നുവരെ കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് CNA എന്ന് പറയുന്ന അറിഞ്ഞ റണ്ണയുടെ ശക്തി. പക്ഷേ ഇതൊക്കെ നിങ്ങൾ പറയുമ്പോഴും ശശികല ജയിലിലാണ്. ശശികലയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, ശശികലയ്ക്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ കേന്ദ്രത്തിന്റെ സഹായവും വേണ്ടിവരും. അവിടെ നിങ്ങൾ ഇതിലൊക്കെ വെള്ളം ചേർക്കുമോ? BJPയെ സഹായിക്കുമോ? അല്ല, കേന്ദ്രത്തിൻ്റെ സഹായം വേണമെന്ന് പറഞ്ഞാൽ അത് ഇന്നിപ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ എന്താണ് കേന്ദ്രത്തിൻ്റെ സഹായം? കേന്ദ്രത്തിന് ഞങ്ങളുടെ സഹായം വേണം. ശരി, MLA-മാരുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. മറ്റുള്ള അതിഥികളിലേക്ക് എത്താൻ സമയ പരിമിതി മൂലം സാധിക്കില്ല. വളരെ എന്നോട് ക്ഷമിക്കുക മറ്റെല്ലാ അതിഥികളും. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ MS കുമാർ, ശ്രീ PM സുരേഷ് ബാബു, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ മസൂദ്, ശ്രീ മധു.